വനത്തിലകപ്പെട്ട രക്ഷാപ്രവർത്തകരെ രക്ഷിച്ചിരിക്കുന്നു NDRF സംഘം. ഇന്നലെയാണ് കാന്തമലയിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ 18-അംഗ സംഘം കുടുങ്ങിയത്. ഇവർ കണ്ടെത്തിയ ഒരു മൃതദേഹം അത് എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീത്ത്, വിശദാംശങ്ങൾ എന്താണ് ശ്രീത്ത്? ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ നമുക്ക് ചെറിയ വിവരങ്ങളുണ്ടായിരുന്നു. ഈ നിലമ്പൂർ മേഖലയിൽ നിന്ന് നിരവധി ചെറുപ്പക്കാർ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരൊക്കെയായി ഈ വനത്തിനുള്ളിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ ആണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഒരു 18-അംഗ സംഘം ആ വനത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ആ വനത്തിൽ അകപ്പെട്ട ആ 18-അംഗ സംഘം ഇന്നലെ രാത്രി അവർക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അവരെയാണ് ഇന്ന് രാവിലെ NDRF ത്തുള്ള സംഘം എത്തി തിരിച്ച് കയറ്റിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മൃതദേഹവും അവരുടെ പക്കലുണ്ടായിരുന്നു. അവർ കണ്ടെത്തിയിരുന്നു. ആ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് നിലമ്പൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 18 പേർക്കും കാര്യമായ രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിൽ തന്നെയാണ്. ഇവിടെ റവന്യൂ മന്ത്രി കെ രാജൻ അടക്കമുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ ഒരു അവലോകനം എന്ന തരത്തിൽ രാവിലെ അദ്ദേഹം സ്ഥിരമായി വരാറുള്ളതാണ്. എന്തായാലും ഈ ദുരന്തം നടന്ന എല്ലാ മേഖലയിലേക്കും അദ്ദേഹം എത്താറുള്ളതാണ്. എന്തായാലും മന്ത്രി AK ശശീന്ദ്രനും അതുപോലെ തന്നെ മന്ത്രി കെ രാജനും അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും. എന്തായാലും ഇന്നും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കേരള പോലീസിന്റെ കഡാവർ ഡോഗ്സുകൾ, സ്നിഫിംഗ് ഡോഗ്സുകൾ, ആ കഡാവർ ഡോഗ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മേഖലയിൽ സൈന്യത്തിന്റെ ഭാഗമായുള്ള പരിശോധന, മറ്റു മേഖലകളിൽ അതുപോലെ തന്നെ ഈ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇത് കൃത്യമായ രീതിയിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഒരു ഭാഗത്ത് അങ്ങനെയാണ് നടക്കുന്നത്. മന്ത്രി കെ രാജൻ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രി AK ശശീന്ദ്രനുമുണ്ട് ആ ടീമിൽ. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇനി രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം എന്താണ് എന്നതിനെക്കുറിച്ച് ഈ വിഷയങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ ഇവിടെ ചുമതല വഹിക്കുന്ന മന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും കൃത്യമായ രീതിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അവർക്ക് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും രക്ഷാപ്രവർത്തനത്തിൽ ഇന്ന് കേവലം ഒരു മൃതദേഹം മാത്രമാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങൾ, അതായത് ശരീരഭാഗങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുമില്ല. എന്തായാലും വലിയ പരിശോധന എല്ലാ മേഖലയിൽ നടക്കുന്നുണ്ട്.